നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു രാവിലെ ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ തലസ്ഥാനത്തെത്തുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി ഒരു BJP മേയർ പ്രധാനമന്ത്രിയെ കേരളത്തിൽ സ്വീകരിക്കാൻ പോകുന്നു. ഒരുപാട് പ്രഖ്യാപനങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. 4 പുതിയ ട്രെയിനുകൾ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു. അങ്ങനെ നിർണായകമായിട്ടുള്ള നിമിഷങ്ങൾക്ക്, മണിക്കൂറുകൾക്കാണ് തലസ്ഥാന നഗരം കാത്തിരിക്കുന്നത്. ഏതാണ്ട് വലിയൊരു റോഡ് ഷോ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട് BJP. എത്രത്തോളം ആവേശത്തോടുകൂടി ആ പ്രവർത്തകർ അതിനെ ഏറ്റെടുക്കുമെന്നൊക്കെ കാത്തിരുന്നു കാണാം. ഇനി തിരുവനന്തപുരം നഗരത്തിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗതാഗത നിയന്ത്രണമുണ്ട്. ഏതാണ്ട് 2 മണിവരെ ആ ഗതാഗത നിയന്ത്രണം തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. നമുക്ക് നോക്കാം ആദ്യം തലക്കെട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്ത് രാവിലെ 10 മണിക്ക് വിമാനത്താവളത്തിലെത്തും. പുത്തരിക്കണ്ടം മൈതാനം വരെ റോഡ് ഷോ. തിരുവനന്തപുരം നഗരത്തിന്റെ വികസന രേഖ പ്രഖ്യാപിക്കും. പുതിയ ട്രെയിനുകൾ ഫ്ലാഗ് ഓഫ് ചെയ്യും. അതിവേഗ റെയിൽപാതയടക്കം വമ്പൻ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത. KPCC നേതാക്കളുമായി രാഹുൽ ഗാന്ധിയുടെ നിർണായക കൂടിക്കാഴ്ച ഇന്ന്. ഡൽഹിയിലെ യോഗത്തിൽ പ്രവർത്തക സമിതി അംഗങ്ങളും സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളും. ശശി തരൂർ പങ്കെടുക്കുമോ എന്നതിൽ അവ്യക്തത. മഹാപഞ്ചായത്തിൽ അവഗണിച്ചെന്ന പരാതിയിൽ അനുനയ ശ്രമം തുടരുന്നു. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ CPM നേതൃയോഗങ്ങൾ തുടങ്ങുന്നു. ഗ്രഹസമ്പർക്ക പരിപാടിയുടെ അവലോകനവും മേഖലാ ജാഥകളുടെ ഒരുക്കങ്ങളും പ്രധാന അജണ്ട. സജി ചെറിയാനെതിരെ വിമർശനങ്ങൾ ഉണ്ടാകുമെന്ന് സൂചന. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ. 90 ദിവസം കഴിഞ്ഞതിനാൽ സ്വാഭാവിക ജാമ്യം തേടി മുരാരി. തന്ത്രിയുടെ കസ്റ്റഡി കാലാവധി അവസാനിച്ചു. ലോക സമാധാനത്തിന് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ സംഘടന ബോർഡ് ഓഫ് പീസിൽ ട്രംപ് സ്ഥിരം മേധാവി. ലോകക്രമത്തിന് വെല്ലുവിളിയെന്ന ആശങ്കയിൽ വിട്ടുനിന്ന ഐക്യരാഷ്ട്രസഭ. സംഘടനയിൽ ചേരാതെ ഇന്ത്യയും. ഇതുവരെ സംഘടനയിൽ എത്തിയത് പാകിസ്ഥാൻ, UAE, ഖത്തർ അടക്കം 19 രാജ്യങ്ങൾ. ഏഷ്യ കപ്പിലെ ഹസ്തദാന വിവാദം വീണ്ടും ചർച്ചയാക്കി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്. ഓസ്ട്രേലിയക്കെതിരായ 2020 പരമ്പരയ്ക്ക് മുന്നോടിയായുള്ള പ്രൊമോ വീഡിയോയിൽ പരോക്ഷ വിമർശനം. വാർത്തകളിലേക്ക് ആവേശമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്തെത്തുകയാണ്. പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന പരിപാടിയിൽ അമൃത് ഭാരത് ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. കേരളത്തിനുള്ള അതിവേഗ റെയിൽപാത പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഔദ്യോഗിക പരിപാടിക്ക് ശേഷം തിരുവനന്തപുരം നഗരത്തിനായുള്ള BJPയുടെ വികസന നയരേഖ മോദി പുറത്തിറക്കും. പുത്തരിക്കണ്ടം മൈതാനത്ത് തന്നെ ചേരുന്ന സമ്മേളനത്തിൽ 25,000 പേരെ പങ്കെടുപ്പിക്കാനാണ് BJPയുടെ ശ്രമം. വിമാനത്താവളത്തിൽ നിന്ന് പുത്തരിക്കണ്ടം മൈതാനത്തേക്കുള്ള മോദിയുടെ യാത്ര വൻ റോഡ് ഷോയാക്കി മാറ്റാനാണ് പാർട്ടി തീരുമാനം. മോദിയുടെ വരവോടെ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും ഔദ്യോഗിക തുടക്കമാവുകയാണ്. VV വിനോദ്, സാരംഗ് സുധാകരൻ എന്നിവർ ചേരുകയാണ്. വിവരങ്ങളുമായി VV വിനോദിലേക്ക് ആദ്യം പോവുകയാണ്. വിനോദ്, അങ്ങനെ നഗരസഭ പിടിച്ചാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി എത്തിക്കുമെന്നുള്ള BJPയുടെ വാഗ്ദാനം അത് സാധൂകരിക്കുകയാണ് ഇന്ന്. എന്താണെങ്കിലും പ്രധാനമന്ത്രി ഇന്ന് നഗരത്തിലെത്തുമ്പോൾ ആദ്യമായിട്ടൊരു BJP മേയർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. ആദ്യം ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട പരിപാടികൾ എന്തൊക്കെയെന്ന് ഒന്ന് സൂചിപ്പിക്കും. സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർശനമാണ് പ്രധാനമന്ത്രിയുടേത്. ഇതുവരെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം പലതവണ കേരളത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭ BJP പിടിച്ചടക്കിയ ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ വരവാണ്. അത് ആഘോഷമാക്കാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് 2 പരിപാടികളിലാണ് പ്രധാനമന്ത്രി തലസ്ഥാനത്ത് പങ്കെടുക്കുന്നത്. പുത്തരിക്കണ്ടം മൈതാനത്ത് വെച്ചാണ് ഈ 2 പരിപാടികളും. ഒന്ന് റെയിൽവേയുടെ പരിപാടിയാണ്. കേരളത്തിന് അനുവദിച്ച 4 ട്രെയിനുകളും തമിഴ്നാടിന് അനുവദിച്ച 2 ട്രെയിനുകളും ഉൾപ്പെടെ പുതുതായി അനുവദിച്ച തീവണ്ടികളാണ്. ഈ 2 ട്രെയിനുകളും ഉൾപ്പെടെ 6 ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് ഇന്ന് പ്രധാനമന്ത്രി തലസ്ഥാനത്ത് നിർവഹിക്കും. അതോടൊപ്പം തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്ന BJPയുടെ പൊതുസമ്മേളനം.
ജനപ്രതിനിധികളടക്കമുള്ള ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ്. തെക്കൻ ജില്ലകളിൽ നിന്നുള്ള ജനപ്രതിനിധികളാണ് പ്രധാനമായും ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതിൽ തന്നെ ശ്രദ്ധേയമായ പോകുന്നത് പ്രധാനമന്ത്രി ഇന്ന് നടത്തുന്ന പ്രഖ്യാപനങ്ങൾ എന്ത് എന്നത് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് പറയാൻ കഴിയുന്നത് ബൃഹത് പദ്ധതികളാണ്. അതിൽ തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്ന ഒരു സൂചന ഇതിനകം തന്നെ ബിജെപി നേതൃത്വം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിന് തന്നെ ചിലപ്പോൾ ഗുണകരമായി മാറുന്ന ആ തരത്തിലുള്ള പ്രഖ്യാപനം, അതായത് അതിവേഗ റെയിൽപാത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ, തിരുവനന്തപുരം നഗരത്തിന് വേണ്ടിയുള്ള ചില പ്രഖ്യാപനങ്ങൾ, ഇതെല്ലാം തന്നെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന ഒരു സൂചന വരുന്നുണ്ട്. നേരത്തെ തന്നെ ഒരു കൃത്യമായ മാസ്റ്റർ പ്ലാനോടുകൂടിയാണ് ബിജെപി മുന്നോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ മുന്നോട്ട് വെച്ച അജണ്ടയിൽ പ്രധാനപ്പെട്ടത് ഈ കുടിവെള്ള വിതരണം, തെരുവുനായ ശല്യം പരിഹരിക്കുക, മാലിന്യ സംസ്കരണം, അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ തിരുവനന്തപുരം നഗരസഭയെ മാത്രം ബാധിക്കുന്ന പ്രഖ്യാപനങ്ങളിലേക്ക് പ്രധാനമന്ത്രി പോകുമോ? അങ്ങനെ ചെറിയ മൈക്രോ സെൻസിലുള്ള അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരവുമായി ബന്ധപ്പെട്ട ചില പദ്ധതികൾ, അതിന്റെ പ്രഖ്യാപനത്തിലേക്ക് പോകുമോ? അതല്ല ബൃഹത് പദ്ധതികളായിരിക്കുമോ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുക? അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഏവരും ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് പ്രവർത്തകർ കൂടി ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ വരവിനെ കാണുന്നത്? വരവിനെ കാണുന്നത് വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷം. ഞങ്ങളുടെ പ്രൈം മിനിസ്റ്റർ ഇവിടെ വരുന്നതില് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ അദ്ദേഹം വാഗ്ദാനങ്ങൾ കൊടുക്കാറില്ല, വാഗ്ദാനങ്ങൾ ചെയ്ത് കാണിക്കുകയേ ഉള്ളൂ കാര്യങ്ങളെല്ലാം. തിരുവനന്തപുരത്തിന് വേണ്ടി പ്രത്യേകം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ഉറപ്പാണ് 100% ഞങ്ങൾക്ക് ഉറപ്പാണ്, ജനങ്ങൾക്ക് ഉറപ്പാണ്, ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. ശരി, നമുക്ക് അത് തന്നെ അതാണ് ഞാൻ അതിലാണ് വളരെ രാവിലെ തന്നെ വന്നിട്ടുണ്ട് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി. അദ്ദേഹം എത്തുന്നത് തന്നെ 10 മണിക്കാണ്. പക്ഷേ രാവിലെ എത്തിയിട്ടുണ്ട്. എല്ലാം നമുക്ക് അതാണ് സന്തോഷം. എനിക്ക് അതാണ് ഏറ്റവും വലുത്. നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ വരുന്നത് നമ്മളെ ഏരിയയിൽ നമുക്ക് ഇത് എല്ലാം വളരെ സന്തോഷമായിട്ട് നിൽക്കണം. അതാണ് നമ്മുടെ കാര്യം. ശരി എൽദോ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ട്രെയിനുകളുമായി ബന്ധപ്പെട്ടാണ്. തിരുവനന്തപുരം താമ്പരം, തിരുവനന്തപുരം ഹൈദരാബാദ്, നാഗർകോവിൽ മംഗളൂരു എന്നീ അമൃത് ഭാരത് ട്രെയിനുകളാണ് കേരളത്തിന് അനുവദിച്ചിട്ടുള്ളത്, പുതുതായി അനുവദിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഗുരുവായൂർ തൃശൂർ പാസഞ്ചർ അതിന്റെ ഉദ്ഘാടനവും ഇന്ന് നടക്കും, ഫ്ളാഗ് ഓഫും ഇന്ന് നടക്കും. നാഗർകോവിൽ, ചർലാപ്പള്ളി, കോയമ്പത്തൂർ, ധൻബാദ് അമൃത് ഭാരത് എക്സ്പ്രസുകൾ ഇതാണ് തമിഴ്നാടിന് അനുവദിച്ചിട്ടുള്ളത്. അങ്ങനെ ആകെ 6 ട്രെയിനുകളാണ്. ഈ 6 ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫാണ് പ്രധാനമന്ത്രി നിർവഹിക്കുന്നത്. നമുക്കറിയാം ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം. നേരത്തെ രാജഗോപാൽ കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയായിരുന്ന സമയത്ത് ട്രെയിനുകളുടെ കാര്യത്തിൽ വലിയ മാറ്റമുണ്ടായി. കൂടുതൽ ട്രെയിനുകൾ കേരളത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം നേമത്ത് വിജയിക്കുന്ന നിലയുണ്ടായി. അദ്ദേഹം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ചെറിയ വോട്ടുകൾക്കാണ് അദ്ദേഹത്തിന് വിജയം നഷ്ടമായത്. അങ്ങനെ ഈ തീവണ്ടിയുമായി ബന്ധപ്പെട്ട് ട്രെയിനുകളുടെ പ്രഖ്യാപനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ചലനം ബിജെപിക്ക് സൃഷ്ടിക്കാൻ മുൻപ് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു ചരിത്രമാണ്. ഏതാണ്ട് ആ നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിനുകൾ, 2 വന്ദേ ഭാരത് ട്രെയിനുകൾ പ്രഖ്യാപിച്ചപ്പോൾ വലിയ കയ്യടിയോടുകൂടിയാണ് കേരളം അതിനെ സ്വീകരിച്ചത്. ബിജെപിക്ക് വലിയ മേൽക്കൈ ഉണ്ടാക്കി കൊടുത്തു. സുരേഷ് ഗോപിയൊക്കെ തൃശൂർ ജയിക്കുന്നതിന് തൊട്ടു മുൻപ് ഈ വന്ദേ ഭാരതിന്റെയൊക്കെ കടന്നുവരവ് വലിയ മെച്ചമുണ്ടാക്കിയിരുന്നു ബിജെപിക്ക്. ഇപ്പോൾ വന്ദേ ഭാരത് സ്ലീപ്പർ വരുമ്പോൾ അതിലും കേരളത്തിന് പ്രത്യേക പരിഗണനയുണ്ട്. പുതിയ ട്രെയിനുകളും കേരളത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി കാണണം. മറ്റൊന്ന്, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി തലസ്ഥാനത്ത് എത്തുമെന്ന ഒരു പ്രഖ്യാപനമാണ് ബിജെപി നടത്തിയിരുന്നത്. പക്ഷേ 1 മാസം തികയുന്നതിന് മുൻപ് തന്നെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് വരികയാണ്. നേരത്തെ അമിത്ഷാ ഇവിടേക്ക് വന്നിരുന്നു. മാത്രമല്ല ബിജെപി സംബന്ധിച്ച് രാഷ്ട്രീയമായ ചില നിർണായക നീക്കങ്ങൾ നടക്കുന്ന സമയം കൂടിയാണ്. കഴിഞ്ഞ ദിവസമാണ് 2020 NDAയുമായി ചേർന്ന് സഹകരിക്കാൻ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ സാബു ജേക്കബിനെ 2020 NDAയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന ഒരു സുപ്രധാനമായ രാഷ്ട്രീയ നീക്കം കൂടി നടന്ന ഒരു സമയത്താണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. ഏതായിരുന്നാലും ബിജെപിയെ സംബന്ധിച്ച് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു നീക്കമായി തന്നെ നമ്മൾ ഇതിനെ കാണണം. നമ്മളിപ്പോൾ കാണുന്നത് ഈ പ്രധാന വേദിയിലേക്കുള്ള 2 വേദികളാണുള്ളത്. ഈ വേദികളിലേക്കുള്ള കവാടമാണ്. ഇവിടേക്ക് ബിജെപി പ്രവർത്തകരൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇവിടേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തും. ഏതായിരുന്നാലും ഈ പരിപാടി വലിയൊരു വിജയമാക്കി മാറ്റാനുള്ള എല്ലാ ഒരുക്കങ്ങളും ബിജെപി ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. എന്തോ
വിനോദ്, ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ഒരു പോയിന്റ് എന്നുകൂടി ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ വിശേഷിപ്പിക്കണമല്ലോ. കേരളത്തിൻ്റെ വികസനം, അതിൽ കൃത്യമായിട്ടുള്ള ഒരു ആലോചന ഞങ്ങൾ കേന്ദ്ര സർക്കാരിനുമുണ്ട് എന്നുള്ള ഒരു സന്ദേശം നൽകുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിനില്ലേ? കാരണം ഒരേ വേദിയിൽ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും റെയിൽവേയുടെ പരിപാടി, ഒപ്പം തന്നെ BJPയുടെ പരിപാടി. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ സന്ദേശം കൂടി ഇല്ലേ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ സന്ദർശനത്തിൽ? തീർച്ചയായും അതുതന്നെയാണ്. BJP തലസ്ഥാനം പിടിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലായി നടത്തിയ പ്രസംഗങ്ങളിലൊക്കെ തന്നെ പ്രധാനമന്ത്രിയുടെ പ്രത്യേകിച്ച് ബംഗാളുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് അതിന്റെ പ്രചരണ സമയത്തൊക്കെ തന്നെ പ്രധാനമന്ത്രി പരാമർശിച്ചത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ കഴിഞ്ഞു എന്ന കാര്യമാണ് അവിടുത്തെ പ്രസംഗത്തിൽ, ബംഗാളിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. അതായത് ഒരു വലിയ നേട്ടമായി തിരുവനന്തപുരം നഗരസഭ കൈയടക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമായി രാജ്യമെമ്പാടും BJP പ്രചരിപ്പിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ നിർണായക ശക്തിയായ നിർണായക കേന്ദ്രമായ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ നരേന്ദ്രമോദി തന്നെ അങ്ങനെ ഒരു സന്ദേശം രാജ്യത്താകെ നൽകുകയാണ്. അതായത് തിരുവനന്തപുരം നഗരസഭ, കേരളത്തിന്റെ തലസ്ഥാനത്തെ നഗരസഭ പിടിക്കാൻ BJPക്ക് സാധിച്ചിരിക്കുന്നു എന്ന കാര്യം അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ പറയുമ്പോൾ ഇന്ന് 2 മണിക്കൂർ മാത്രമാണ് അദ്ദേഹം തലസ്ഥാനത്ത് ചെലവഴിക്കുന്നതെങ്കിൽ പോലും വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 10 മണിക്കാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് ടെക്നിക്കൽ ഏരിയയിലെത്തുന്നത്, വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിലെത്തുന്നത്. തുടർന്ന് വലിയ റോഡ് ഷോ BJP പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യമായി കാണേണ്ടതാണ്. ഈ വഴിനീളെ നരേന്ദ്രമോദിയുടെ ഫ്ലക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പൂർണ്ണമായി നഗരത്തിൽ പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞു. അദ്ദേഹം ആ പാതയിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരിക്കും ഈ പരിപാടി നടക്കുന്ന വേദികളിലേക്ക് എത്തുന്നത്. 2 വേദികളാണ്, ഉത്തരക്കണ്ടത്ത് തന്നെയാണ് ഈ വേദികൾ ഒരുക്കിയിട്ടുള്ളത്. എൽദോ പറഞ്ഞതുപോലെ നമുക്കൊരുപക്ഷെ വലിയ പദ്ധതികളുടെ പ്രഖ്യാപനം അത് തിരുവനന്തപുരത്തെ മാത്രം ബാധിക്കുന്നതാ, അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന് മാത്രം നേട്ടമുണ്ടാകുന്ന മാത്രമായിരിക്കില്ല. ഒരുപക്ഷെ കേരളത്തിനാകമാനം ഗുണകരമാകുന്ന തരത്തിലുള്ള അതിവേഗ റെയിൽപാതയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഈ ടെക്നോ പാർക്കുമായി ബന്ധപ്പെട്ട IT രംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധയോടെ കാത്തിരിക്കുന്നു. പ്രധാനമന്ത്രി എന്താണ് പ്രഖ്യാപിക്കാൻ പോകുന്നതെന്നത് മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിൽ എന്ത് മാറ്റമാണ് ഇനി കൂടുതലായി കൊണ്ടുവരാൻ പോകുന്നത്. കാരണം ഈ ഓപ്പറേഷൻ അനന്തയൊക്കെ വന്നെങ്കിൽ തന്നെയും ഇപ്പോഴും വെള്ളക്കെട്ടിനൊക്കെ അങ്ങനെ ഒരു പരിഹാരമായിട്ടില്ല. തെരുവുനായ ശല്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്തതാണ്. പലയിടങ്ങളിലായി ഈ നായശല്യം അതിരൂക്ഷമാണ്. അവിടെ ഇതിനെ ഷെൽട്ടറിലേക്ക് മാറ്റുക എന്നൊരു കാര്യമുണ്ട്. അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നഗരസഭ ആരംഭിച്ചിട്ടുണ്ട്. തെരുവ് വിളക്കുകളുടെ കാര്യത്തിൽ നഗരസഭയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. മാത്രമല്ല, മേയർ VV രാജേഷ് പലപ്പോഴായി പറയുന്നത് ഒരുപക്ഷെ തീരദേശത്തുള്ള ഒരു വാർഡിന്റെ പ്രശ്നമായിരിക്കില്ല നഗരഹൃദയത്തിലുള്ള ഒരു വാർഡിനുള്ളത്. അതുകൊണ്ട് ഓരോ വാർഡുകൾക്കും എന്താണ് വേണ്ടത് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തന രീതിയിലേക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരത്തിന് ഇപ്പോൾ സൂറത്ത് മാതൃകയിലുള്ള മാലിന്യ സംസ്കരണം, ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ വന്നിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ എങ്ങനെ നടപ്പാക്കും? വിളപ്പിൽശാല നേരത്തെ പൂട്ടിപ്പോയെന്ന് നമുക്കറിയാം. നഗരത്തിൽ വലിയ തോതിൽ മാലിന്യ സംസ്കരണം നടന്നുകൊണ്ടിരുന്ന ഒരു പ്രദേശമാണ് വിളപ്പിൽശാല. അവിടെ വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. വിളപ്പിൽശാല പൂട്ടിപ്പോയി. പിന്നീട് ഇപ്പോൾ മുട്ടത്രയാണ് ഒരു പ്ലാന്റ് ഉള്ളത്. ചാലയ്ക്കുള്ളിൽ, തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട മാർക്കറ്റാണ് ചാല മാർക്കറ്റിനുള്ളിൽ ചെറിയൊരു പ്ലാന്റ് ഉണ്ട്. അങ്ങനെ അതൊക്കെ തന്നെ പൂർണ്ണമായ അർത്ഥത്തിൽ ഇവിടുത്തെ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിൽ പര്യാപ്തമല്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തിരുവനന്തപുരത്തെ ഗതാഗതം നമുക്കറിയാം. ഇവിടുത്തെ ഈ നഗരസഭയ്ക്ക് അനുവദിച്ച ബസ്സുകളുമായി ബന്ധപ്പെട്ട് KSRTC മന്ത്രിയും ഗതാഗത വകുപ്പ് മന്ത്രിയും അതോടൊപ്പം മേയറും തമ്മിൽ ചില ചർച്ചകൾ നടന്നിരുന്നു. അത് സംബന്ധിച്ചുള്ള ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ പരിഹരിച്ചെങ്കിലും ഇനി എങ്ങനെ നഗരത്തിലെ യാത്രാ സംവിധാനങ്ങൾ കൂടുതൽ സുഗമമാക്കാം എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ അടിസ്ഥാന പ്രശ്നങ്ങൾ നിരവധി നേരിടുന്ന ഒരു തലസ്ഥാന ജില്ലയാണ്, നഗരമാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള പരിഹാരങ്ങൾ, മറ്റൊന്ന് ഈ മെട്രോ സിറ്റികളായി തൊട്ടടുത്ത പ്രദേശങ്ങളെ മാറ്റുക, അത് വലിയൊരു പ്ലാനാണ്. കാലങ്ങളായി നടക്കുന്ന ചർച്ചയാണ്. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് നെയ്യാറ്റിൻകരയിലേക്കോ നെടുമങ്ങാടേക്കോ ആറ്റിങ്ങലിലേക്കോ ഒക്കെ തന്നെ ഈ നഗരം വളർത്തുക, നഗരത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുക എന്ന ഒരു ആശയം, ആ തരത്തിൽ ഈ സാറ്റലൈറ്റ് ടൗണുകളായി
മറ്റിടങ്ങളെ മാറ്റുന്ന തരത്തിലുള്ള ചർച്ചകൾ, അതിനുള്ള പദ്ധതികൾ, റിംഗ് റോഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് നാവായിക്കുളം വരെ നീളുന്ന റിംഗ് റോഡ്, ഈ റിംഗ് റോഡിന്റെ സ്ഥലമേറ്റെടുക്കൽ പ്രക്രിയ ഉൾപ്പെടെ തടസ്സപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വിഴിഞ്ഞത്ത് ചരക്ക് നീക്കം റോഡ് മാർഗം നടക്കണമെങ്കിൽ ഈ റിംഗ് റോഡ് പൂർത്തിയാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടെന്താണ് തുടങ്ങി ഒട്ടനവധി വിഷയങ്ങളുണ്ട്. തിരുവനന്തപുരം നഗരവുമായി ബന്ധപ്പെട്ട്, കേരളവുമായി ബന്ധപ്പെട്ട് അതിൽ പ്രധാനമന്ത്രി നടത്താൻ പോകുന്ന പ്രഖ്യാപനമെന്ത്. മറ്റൊന്ന് എൽദോ പറഞ്ഞതുപോലെ തന്നെ ഇത് തിരഞ്ഞെടുപ്പിനുള്ള കാഹളമാണ്. അധികം ദിവസങ്ങളില്ല, വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ. BJP നിരവധി മണ്ഡലങ്ങളിൽ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ ഏതാണ്ട് 3ഓളം മണ്ഡലങ്ങൾ അവർ ഉറച്ച വിശ്വാസത്തിലാണ്. നേമവും കഴക്കൂട്ടവും വട്ടിയൂർക്കാവും ഉൾപ്പെടെ പല മണ്ഡലങ്ങളിൽ അവർ സീറ്റ് വിജയം ഉറപ്പിച്ചു എന്ന നിലയ്ക്കാണ് അവരുടെ നേതാക്കളുടെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ മറ്റിടങ്ങളിലേക്ക് കൂടി, അതിപ്പോൾ നെയ്യാറ്റിൻകരയാകാം, പാറശാലയാകാം, ആറ്റിങ്ങലാകാം, അങ്ങനെ പല മണ്ഡലങ്ങളിലും അവർ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. അതുകൊണ്ട് തിരുവനന്തപുരത്തിന് പ്രത്യേകിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കാം. എൽദോ. റൈറ്റ്, വിനോദ് തുടരുക. ഞാൻ സാരംഗിലേക്ക് കൂടി പോവുകയാണ്. സാരംഗ് അവിടെ പ്രവർത്തകരുടെ ആവേശം കൂടി പങ്കുവെക്കുമെന്ന് തോന്നുന്നു. സാരംഗ്, ഈ വലിയൊരു റോഡ് ഷോ ആണല്ലോ പ്ലാൻ ചെയ്യുന്നത് BJP പ്രവർത്തകർ, BJP നേതൃത്വം. അപ്പോൾ എങ്ങനെയാണ്, പ്രവർത്തകരൊക്കെ ആവേശത്തിലാണോ? എൽദോ, പ്രവർത്തകരെ അടക്കം അകത്തേക്ക് കയറ്റാൻ തുടങ്ങിയിട്ടില്ല. നേരത്തെ കണ്ടതുപോലെ തന്നെ പ്രവർത്തകരെല്ലാം എത്തിത്തുടങ്ങുന്നേ ഉള്ളൂ. കനത്ത സുരക്ഷയാണ് തിരുവനന്തപുരം നഗരത്തിൽ എല്ലാ ഭാഗത്തും. അതായത് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ പുത്തരിക്കണ്ടത്താണ് മറ്റ് പരിപാടികളില്ലെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തിൻ്റെ എല്ലാ ഭാഗത്തും മറ്റേ ബാരിക്കേഡുകളും മറ്റും കെട്ടിക്കൊണ്ട് ഇപ്പോൾ മൊത്തം സുരക്ഷാ വലയത്തിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ മുഴുവൻ പോലീസുകാരുടെയും മറ്റും നിരയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പ്രവർത്തകരുടെ കുറച്ച് കഴിഞ്ഞാണ് അകത്തേക്ക് കയറ്റിവിടുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് പുത്തരിക്കണ്ടത്തിലേക്ക് എത്തുന്നവർക്ക്, അതായത് മറ്റുള്ളവർ, അതായത് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രധാനമന്ത്രിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട ഈ ഒരു സജ്ജീകരണങ്ങൾ മുഴുകിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മുഴുവനും. പുത്തരിക്കണ്ടത്ത് 2 വേദികളിലായിട്ടാണ് ഇന്ന് പരിപാടികൾ, ഇപ്പോൾ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2 വേദികളിലായാണ് പരിപാടികൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ഒന്ന് അമൃത് ഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും ഒപ്പം ഒരു പൊതുപരിപാടിയും ആണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരുക്കങ്ങളടക്കം ഇവിടെ പൂർത്തീകരിക്കുന്നത്. നമുക്ക് ഈ ഭാഗത്ത് കാണാം, വലിയ രീതിയിൽ ഒരുക്കങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അവസാനഘട്ടത്തിലുള്ള പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എൽദോ, ഇപ്പോൾ സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള, അതായത് ഈ ഒരു ഭാഗത്ത് അവസാനഘട്ട സുരക്ഷാ പരിശോധനകളും മറ്റും നടക്കുകയാണ്. ഇതിൽ കൂടുതൽ, അതായത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നമുക്ക് മാധ്യമങ്ങൾക്ക് പോലും അകത്തേക്ക് കയറാനുള്ളൊരു അനുമതി ഇപ്പോൾ ലഭിച്ചിട്ടില്ല. മറ്റ് പ്രവർത്തകരടക്കം ഇവിടേക്ക് എത്തുന്നതേ ഉള്ളൂ. എൽദോ. റൈറ്റ്, അപ്പോൾ ഈ എങ്ങനെയൊക്കെയാണ് ഗതാഗത നിയന്ത്രണം കൂടി എന്നുകൂടി പറഞ്ഞു വെക്കാം സാരംഗ്. കാരണം ഇന്ന് തലസ്ഥാനത്തേക്ക് എത്തുന്ന ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ. റോഡ് ഷോ, അതേ തുടർന്ന് മറ്റ് പ്രധാനപ്പെട്ട വഴികളിൽ വാഹനങ്ങൾ അനുവദിക്കില്ല, അങ്ങനെ ഒരുപാട് ക്രമീകരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. അതെന്തൊക്കെയാണ്? എൽദോ, ഈ ഒരു അതായത് 4 കേന്ദ്രങ്ങളിൽ ഇപ്പോൾ റെഡ് സോണുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് താൽക്കാലിക റെഡ് സോണുകളായിട്ട് പുത്തരിക്കണ്ടവും കിഴക്കേക്കോട്ട പിന്നെ എയർപോർട്ടും ശംഖുമുഖം ഭാഗങ്ങളിൽ റെഡ് സോണുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളിലാണ് കർശന നിയന്ത്രണങ്ങൾ ഉണ്ടാവുക. ഈ ഒരു യാത്രാ നിയന്ത്രണങ്ങൾക്കൊപ്പം തന്നെ ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിനും മൊബൈൽ, അതായത് വീഡിയോ ചിത്രീകരണം അടക്കം നടത്തുന്നതിനടക്കം കർശന നിയന്ത്രണമുണ്ട്. പിന്നീട് ഈ ഒരു ഗതാഗത നിയന്ത്രണം റോഡ് ഷോയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് ഒരു പാർക്കിംഗ് അടക്കം, ഈ പരിപാടികളിൽ വരുന്ന ജനങ്ങൾക്കടക്കം പാർക്കിങ്ങിന് കൃത്യമായി സ്ഥലങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ സ്ഥലങ്ങളിൽ മാത്രമേ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനടക്കം സാധിക്കുകയുള്ളൂ. ഈ റോഡ് ഷോ നടക്കുന്ന സമയത്ത്, അതായത് ഈ ഒരു റോഡ് ഷോയുമായി ബന്ധപ്പെട്ട സമയത്താണ് കർശനമായിട്ടുള്ള ഈ ഒരു ഗതാഗത നിയന്ത്രണം ഉണ്ടാവുക. വഴിതിരിച്ചു വിടും, അതായത് കൃത്യമായ റൂട്ടുകളടക്കം പോലീസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് പോലീസിന്റെ നിയന്ത്രണം ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഒരു 10 മണിക്കാണ് പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുന്നത്. ആ പ്രധാനമന്ത്രി വരുന്ന സമയത്ത്, ആ ഒരു സമയത്തിന് മുന്നോടിയായി തന്നെ ഗതാഗത നിയന്ത്രണം ആരംഭിച്ചാൽ മാത്രമേ ആ തരത്തിലേക്ക് വലിയ ബുദ്ധിമുട്ടില്ല, ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇന്നും പ്രവൃത്തി ദിവസമാണ്, മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളും വർക്കിംഗ് ഡേ കൂടിയാണെന്ന്. അതുകൊണ്ട് തന്നെ അതിനെല്ലാം വലിയ രീതിയിൽ ബാധിക്കാത്ത രീതിയിലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും ഗതാഗത നിയന്ത്രണം ഈ ഒരു MG റോഡ് വഴി വരുന്ന ഒരു റോഡ് ഷോയുമായി ബന്ധപ്പെട്ടാണ്. അത് ഈ ഒരു BJP നേതൃത്വത്തിനടക്കം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം പ്രധാനമന്ത്രി ഇവിടേക്ക്, അതായത് കോർപ്പറേഷൻ ഭരണം പിടിച്ചാൽ 45 ദിവസത്തിനകം ഇവിടേക്ക് എത്തും എന്നുള്ളൊരു ഉറപ്പ് VV രാജേഷും ഒപ്പം രാജീവ് ചന്ദ്രശേഖർ അടക്കം പ്രഖ്യാപിച്ചിരുന്നു. അത് ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ
ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പൊതുപരിപാടി എന്നതിലപ്പുറം ഒരു റോഡ് ഷോയിലാണ്, അതായത് ജനങ്ങളുമായിട്ട് നേരിട്ടിറങ്ങി പ്രധാനമന്ത്രി ഒരു തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗമായി ഇവിടേക്ക് എത്തുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ഇവിടെ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. അതിന് തുടർച്ചയായിട്ടാണ് പൊതുപരിപാടിയും മറ്റും ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. കൂടുതൽ, അതായത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ, അതായത് റെയിൽവേയുടെയും ഒരു പൊതുപരിപാടിയുടെയും സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിനോദ് തുടരുന്നു. വിനോദ്, നമ്മൾ നേരത്തെ സംസാരിച്ചു തിരുവനന്തപുരം നഗരത്തിൻ്റെ മുഖഛായ മാറ്റും എന്നുള്ള പ്രഖ്യാപനമൊക്കെ അതിന് ഒരു ഊർജ്ജം പകരുക എന്നുള്ള ഒരു ലക്ഷ്യം ഈ സന്ദർശനത്തിന്, പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനുണ്ട് എന്നുള്ളതാണ്. രാവിലെ ഏതാണ്ട് 10:15 ആരംഭിക്കുന്ന റോഡ് ഷോ ആണ്. അപ്പോൾ ഈ ദിവസത്തെ എത്രമാത്രം ആവേശകരമാക്കാൻ പറ്റുമോ പരമാവധി അത് ആഘോഷിക്കുക എന്നുള്ള മട്ടിൽ തന്നെയായിരിക്കും BJP എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുമപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ നേരത്തെ വിനോദ് സൂചിപ്പിച്ചു 2020 അത് ഔദ്യോഗികമായി ഇന്ന് 2020 നേതൃത്വം NDAയുടെ ഭാഗമാകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ നടക്കുകയും ചെയ്യും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട സന്ദർശനം എന്നുകൂടി ഇതിനെ കാണണം. എന്തൊക്കെയാണ് അത്തരത്തിൽ നോക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ വമ്പൻ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ട്? ഈ NDA എന്ന മുന്നണി വിപുലീകരിക്കുന്നതിൻ്റെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ കേരളത്തിൽ ഏത് വിധേനയും പരമാവധി സീറ്റ് നേടുക എന്നുള്ള ഒരു തരത്തിൽ മിഷൻ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം പശ്ചാത്തലമാക്കി നോക്കുമ്പോൾ ഈ സന്ദർശനത്തെ എങ്ങനെ കാണണം വിനോദ്? എന്തോ തീർച്ചയായും എന്തോ പറഞ്ഞതുപോലെ തന്നെ ഇത് ഇലക്ഷന് തൊട്ട് മുൻപുള്ള പ്രധാനമന്ത്രിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർശനമാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല എൽദോ 2 മണിക്കൂർ മാത്രമാണ് ഇന്ന് തലസ്ഥാനത്ത് പ്രധാനമന്ത്രി ചെലവഴിക്കുന്നത്. 10 മണിക്കാണ് അദ്ദേഹം ടെക്നിക്കൽ ഏരിയയിൽ എത്തുന്നത്. 12 മണിയോടുകൂടി അദ്ദേഹം മടങ്ങിപ്പോവുകയും ചെയ്യും. പക്ഷേ ഈ 2 മണിക്കൂർ സമയം കൊണ്ട് BJP അവരുടെ പ്രൊപ്പഗണ്ട കൃത്യമായി അവതരിപ്പിക്കും, ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും എന്നത് വളരെ വ്യക്തമാണ്. മാത്രമല്ല തലസ്ഥാനം തിരുവനന്തപുരം ജില്ല BJPയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരിടമാണ്. അവിടെ നഗരസഭ പിടിക്കാൻ കഴിഞ്ഞു. ഏതാണ്ട് 35 വർഷത്തിലധികമായി തുടർന്ന LDF ഭരണം അവസാനിപ്പിച്ചാണ് BJP തിരുവനന്തപുരം നഗരത്തിൽ അധികാരത്തിലെത്തുന്നത്. ഇത് ചെറിയ ആഹ്ലാദമല്ല BJPക്ക് നൽകിയിട്ടുള്ളത്. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരം നഗരസഭ പിടിച്ചു എന്നതാണ്. കേരളത്തിൽ LDF ഭരിച്ചിരുന്ന, ഇടതുപക്ഷം ഭരിച്ചിരുന്ന നഗരസഭ പിടിച്ചു എന്ന കാര്യം അദ്ദേഹം വലിയ ആവേശത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നത് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലാണ്. അങ്ങനെ രാജ്യത്താകമാനം ഈ ഒരു നേട്ടം ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് BJP മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് BJPയെ സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ വരവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അമിത്ഷാ നേരത്തെ കേരളത്തിൽ എത്തിയിരുന്നെങ്കിലും അദ്ദേഹം കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തു. പ്രധാനമായും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളാണ് അമിത്ഷാ നൽകിയത്. പക്ഷേ ഒരു പ്രഖ്യാപനങ്ങൾ, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 6 തീവണ്ടികളാണ്, 6 ട്രെയിനുകളുടെ പ്രഖ്യാപനമാണ് ഇന്ന് നടക്കുന്ന, ഫ്ളാഗ് ഓഫാണ് നടക്കുന്നത്. അതിൽ പുതിയ ട്രെയിനുകൾ കേരളത്തിന് ലഭിക്കുന്നത് തിരുവനന്തപുരം താമരം, തിരുവനന്തപുരം ഹൈദരാബാദ്, നാഗർകോവിൽ മംഗലൂരു എന്നീ അമൃത് ഭാരത് ട്രെയിനുകളാണ് കേരളത്തിനായി അനുവദിച്ചിട്ടുള്ളത്. മറ്റൊന്ന് ഗുരുവായൂർ തൃശൂർ പാസഞ്ചറുണ്ട്. നമ്മൾ ഏറ്റവും എടുത്തു കാണേണ്ട ഒരു കാര്യം 3 അമൃത് ഭാരത് ട്രെയിനുകൾ അനുവദിച്ചപ്പോൾ ഇത് രണ്ടും തുടങ്ങുന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. തിരുവനന്തപുരം താമരവും തിരുവനന്തപുരം ഹൈദരാബാദും. മറ്റൊരു ട്രെയിനാകട്ടെ നാഗർകോവിലിൽ നിന്ന് ആരംഭിച്ച് മംഗലൂരിലേക്കാണ്. അതായത് തിരുവനന്തപുരത്തിന് തൊട്ടടുത്ത് തന്നെയുള്ള തമിഴ്നാടിലെ നഗരമാണ് നാഗർകോവിൽ. നാഗർകോവിലിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരം വഴി മംഗലൂരിലേക്ക് പോകുന്ന 3ാമത്തെ അമൃത് ഭാരത് ട്രെയിൻ. അങ്ങനെ തിരുവനന്തപുരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്നത്തെ ഈ റെയിൽവേയുടെ ചടങ്ങിന് വലിയ പ്രാധാന്യം തിരുവനന്തപുരത്തുണ്ട്. ഇത് നമ്മൾ ചരിത്രം കൂടി പരിശോധിക്കുമ്പോഴാണ് രാജഗോപാൽ കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിലേക്ക് കൂടുതൽ തീവണ്ടികൾ അനുവദിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു, ട്രെയിനുകൾ അനുവദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിന്റെ മെച്ചം പിന്നീട് BJPക്ക് ഉണ്ടാവുകയും ചെയ്തു. രാജഗോപാൽ നിയമത്തിൽ ജയിച്ചത് മാത്രമല്ല, അദ്ദേഹം ഒരു തവണ ശശി തരൂരിനോട് ഏറ്റുമുട്ടുമ്പോൾ 2014 അദ്ദേഹം മത്സരിക്കുമ്പോൾ കഷ്ടിച്ച് 14,000 വോട്ടുകൾക്ക് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പരാജയം. അതായത് വിജയത്തിന് തൊട്ടടുത്ത് രാജഗോപാൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ BJPക്ക് അങ്ങനെ ഒരു അനുകൂല സാഹചര്യം ഉണ്ടാക്കിയത് ട്രെയിനുകൾ അനുവദിച്ചതും പുതിയ ട്രെയിനുകൾ അനുവദിച്ചതുമൊക്കെയാണ്. അന്ന് വലിയ വിമർശനം അന്നത്തെ UPA സർക്കാർ ഉണ്ടായിരുന്നെങ്കിലും ആ സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന്, ഒന്നാം UPAയുടെ 2ാം UPA സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് കാര്യമായ പിന്തുണ കേരളത്തിന് ലഭിച്ചില്ല. ഏതാണ്ട് 10-നടുത്ത് മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാരും സഹമന്ത്രിമാരും ഒക്കെ ആയി അത്രയധികം ആളുകൾ ഉണ്ടായിട്ടും
കേരളത്തിന് കാര്യമായ മെച്ചമുണ്ടായില്ല എന്ന ആക്ഷേപമൊക്കെ BJP ഉയർത്തുകയും ഒരു വശത്ത് ഇങ്ങനെ ട്രെയിനുകൾ അനുവദിക്കുകയും ഒക്കെ ചെയ്യുന്ന നിലയുണ്ടായി. അതിന്റെ ഗുണം BJPക്ക് തിരുവനന്തപുരത്ത് ഉണ്ടായി. അത് ക്രമാനുഗതമായി അവർ മെച്ചപ്പെടുത്തിക്കൊണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ ഈ 4 ട്രെയിനുകളുടെ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ മാത്രമായി അതിൽ 3 തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ തൊട്ടടുത്ത നഗരത്തിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനുകളാണ്. 2 തിരുവനന്തപുരത്ത് നിന്ന് തന്നെ യാത്ര ആരംഭിക്കുന്ന ട്രെയിനുകളാണ്. അങ്ങനെ അമൃത് ഭാരത് എക്സ്പ്രസുകൾ അനുവദിക്കപ്പെടുമ്പോൾ വലിയ പരിഗണന കേരളത്തിന് നൽകുന്നു, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന് നൽകുന്നു. മറ്റ് 2 ട്രെയിനുകൾ നാഗർകോവിൽ ചെർളാപ്പള്ളി കോയമ്പത്തൂർ ധൻബാദ് ഈ 2 ട്രെയിനുകളും അനുവദിച്ചിട്ടുള്ളത് തമിഴ്നാടിനാണ്. ആ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും ഇന്നത്തെ ഈ ചടങ്ങിൽ തന്നെയാണ് നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം മറ്റ് ബൃഹത് പദ്ധതികളുടെ പ്രഖ്യാപനം അത് എന്ത് എന്നത് തന്നെയാണ് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. പ്രധാനമന്ത്രിയെ കാണാനാണ് അതെ അതെ ഞാൻ കൊല്ലത്ത് നിന്ന് വന്നതാണ്. അതിരാവിലെ പ്രധാനമന്ത്രി കാണാനായിട്ട് തന്നെ അതിനുവേണ്ടി മാത്രം വന്നതാണ്. എന്താണ് വലിയ പ്രഖ്യാപനം ഇവരെ ഉണ്ട്, പ്രഖ്യാപനമൊക്കെ ഒരുപാട് ഉണ്ടാവും, നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി അങ്ങനെ തന്നെയാണ്. തിരുവനന്തപുരം നഗരസഭ പിടിച്ചാൽ 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി എത്തുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അദ്ദേഹം 1 മാസം തികയുന്നതിന് മുമ്പ് വരികയാണ്. ഈ തിരഞ്ഞെടുപ്പിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയാണല്ലോ. BJP പ്രവർത്തകർക്കൊക്കെ എത്രമാത്രം ആത്മവിശ്വാസമുണ്ട്? അത് നല്ല ആത്മവിശ്വാസമാണ് ഉള്ളത്. ഇത് നമ്മൾ ഇവിടുന്ന് തുടങ്ങുന്നത്, ഇതൊരു തുടക്കമാണ്. അപ്പൊ ആ തരത്തിൽ വലിയ ആത്മവിശ്വാസം പ്രവർത്തകർ പങ്കുവയ്ക്കുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നുണ്ട്. നിരവധിയായ സ്ത്രീകളും മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകളും ഒക്കെ തന്നെ ഇവിടേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അവരെല്ലാം തന്നെ വലിയ ആവേശത്തിലാണ്. കാരണം തിരുവനന്തപുരം നഗരസഭ അവർക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് പ്രധാനമന്ത്രി വരുന്നു, വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. തിരഞ്ഞെടുപ്പിന്റെ ഒരു തുടക്കം, BJP ക്യാമ്പയിന്റെ ഒരു തുടക്കമായി ഇന്ന് ഈ പ്രധാനമന്ത്രിയുടെ വരവിനെ മാറ്റാനുള്ള എല്ലാ നടപടികളുണ്ട്. മാത്രമല്ല എൽദോ നേരത്തെ പറഞ്ഞതുപോലെ 2020 ഒരുപക്ഷെ എറണാകുളം ജില്ലയിലാണ് അവർക്ക് കൂടുതൽ സ്വാധീനമെങ്കിലും പല സ്ഥലങ്ങളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല ഇടങ്ങളിലായി അവർ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും 2020 NDAയുടെ ഭാഗമാകുന്നു എന്നത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. ഒരുപക്ഷെ വളരെ അതീവ രഹസ്യമായി ഇന്നലെ ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നതുവരെ ഈ ഒരു നീക്കത്തെക്കുറിച്ച് ആർക്കും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. 2020 NDAയിലേക്ക് പോകുന്നു എന്നത് സംബന്ധിച്ചുള്ള ഒരു സൂചനകളും പുറത്തു വന്നിരുന്നില്ല. വളരെ അപ്രതീക്ഷിതമായ ഒരു പ്രഖ്യാപനമായിരുന്നു. അതിന്റെ ഒരു ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഔദ്യോഗികമായ പ്രഖ്യാപനം ഇന്നുണ്ടാകാൻ പോകുന്നു. അങ്ങനെ പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്തുമ്പോൾ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംവിധാനം ഒരുപക്ഷെ ഇടത് വലത് മുന്നണികളുമായി എല്ലാ കാലവും ഏറ്റുമുട്ടി നിന്ന പഞ്ചായത്തൊക്കെ ഭരിക്കാൻ കഴിഞ്ഞ ആ തരത്തിലുള്ള 2020 NDAയിലേക്ക് വരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഈ സമയം കാണേണ്ടതുണ്ട്. റൈറ്റ്. സാരംഗ് സുധാകരൻ തുടരുന്നുണ്ട്. സാരംഗ്, ഈ റോഡ് ഷോ 10:15 ആരംഭിക്കും അല്ലെങ്കിൽ 10:30 ആരംഭിക്കും എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രവർത്തകർക്കൊക്കെ വഴിനീളെ ഇങ്ങനെ കാത്തു നിൽക്കാനുള്ള സാഹചര്യമൊക്കെ ഒരുക്കുന്നുണ്ടോ? ഇനി ഇതിനിടയിൽ ഏതെങ്കിലും സ്ഥലത്ത് ഇറങ്ങാനൊക്കെ സാധ്യതയുണ്ടോ? എങ്ങനെയൊക്കെയാണ് അതിന്റെ മുൻകരുതലുകളും പ്രോട്ടോക്കോളൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത്? എൽദോ, അത്തരത്തിൽ ഒരു പ്രധാനമന്ത്രി റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു എന്നല്ലാതെ മറ്റേ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങില്ല. കാരണം അതീവ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു അണികൾക്ക് റോഡിൻ്റെ ഇരുവശവുമുള്ള ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് അഭിവാദ്യം ചെയ്യാനുള്ളൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ആ റോഡിലേക്ക് കടക്കാതിരിക്കാൻ എല്ലാ ഭാഗത്തും, അതായത് MG റോഡിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഗ്രില്ലുകൾ വെച്ച് അടച്ചിട്ടുണ്ട്. സാധാരണ രീതിയിൽ തിരുവനന്തപുരത്തുകാർക്ക് സുപരിചിതമാണ്. കാരണം രാഷ്ട്രപതിയും മറ്റും, അതായത് ഇത്തരത്തിലുള്ള VVIPകൾ അടക്കം വരുന്ന സമയത്ത് ഈ റോഡുകളുടെ സൈഡുകളെല്ലാം ഈ ഗ്രില്ലുകൾ വെച്ച് അടക്കുന്നത്, അതായത് മറികടന്ന് കയറി വരാതിരിക്കാൻ വേണ്ടി ഇത്തരത്തിൽ അടച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുമാത്രമല്ല അത് ഈ ഒരു പുത്തരിക്കണ്ടം മൈതാനം വരെ ആ രീതിയിൽ നീണ്ടിട്ടുണ്ട്. കാരണം പുത്തരിക്കണ്ടം മൈതാനത്താണ് ഈ റോഡ് ഷോ അവസാനിക്കുന്നത്. ഇതിനൊപ്പം തന്നെ അതീവ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രവർത്തകരെ അഭിവാദ്യം അർപ്പിക്കുക, അല്ലെങ്കിൽ മോദിജിയെ നേരിട്ട് കാണുക, അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയെ നേരിട്ട് കാണുക എന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ ഒരു ഇറങ്ങി, അതായത് പ്രവർത്തകരെ ഇടയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം നിലവിലില്ല. അതിനൊപ്പം തന്നെ ഈ ഒരു റോഡ് മുഴുവൻ, അതായത് SPGയുടെ
അടക്കം കനത്ത നിയന്ത്രണത്തിലാണ് പോലീസിൻ്റെ. അതായത് രാവിലെ പുലർച്ചയോട് കൂടി തന്നെ ഈ ഒരു റോഡ് ഷോ നടക്കുന്ന ഭാഗങ്ങളിൽ ഡോഗ് സ്ക്വാഡ് അടക്കം നിരവധി തവണ പരിശോധന നടത്തിയിരുന്നു. കാരണം കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ഭാഗങ്ങളെല്ലാം, അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രവൃത്തി ദിനമായതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളെല്ലാം ജനങ്ങൾ നിറയും. മാത്രമല്ല രാവിലെ തൊട്ട് തന്നെ ഈ ഭാഗങ്ങളിൽ, അതായത് നല്ല രീതിയിൽ ഒരു റോഡ് ഷോ കാണുവാൻ വേണ്ടി ജനങ്ങൾ റോഡുകളുടെ ഇരുവശങ്ങളിലേക്ക് വന്ന് നിൽക്കുന്നൊരു സാഹചര്യം അടക്കം ഉണ്ടാകും. അതടക്കം പരിഗണിച്ചുകൊണ്ടാണ് പരിശോധനകൾ കഴിഞ്ഞ ദിവസവും ഇന്ന് പുലർച്ചെ അടക്കം തുടർന്നത്. അതിനുശേഷം ഇപ്പോൾ തന്നെ റാപ്പിഡ് റെസ്പോൺസ് ടീമിൻ്റെ അടക്കം, അതായത് SPGയുടെ മറ്റും കർശനമായ പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൽദോ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു മുൻ നിശ്ചയിച്ച പ്രകാരമാണ് സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെ അടക്കം പരിപാടികൾ നടക്കാറ്. അതുകൊണ്ട് തന്നെ അത് ലംഘിച്ചുകൊണ്ട്, അത് മറികടന്നുകൊണ്ട് ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങാനുള്ളൊരു സാഹചര്യം വളരെ കുറവാണ്. കൃത്യമായി അത്തരത്തിൽ മുൻ നിശ്ചയിച്ച പ്രകാരമായിരിക്കും റോഡ് ഷോ MG റോഡ് വഴി കടന്നു വരികയും ഒപ്പം പുത്തരിക്കണ്ടം മൈതാനത്ത് അവസാനിക്കുകയും ചെയ്യും. അതിനുശേഷമാണ് മറ്റ് ഔദ്യോഗിക പരിപാടി, അതായത് റെയിൽവേയുടെ പരിപാടിയും ഈ ഒരു പൊതുപരിപാടിയും നടക്കുന്നത്. ഈ ഒരു റെയിൽവേയുടെ പരിപാടി അടക്കം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ അനുമതി തേടിയിരുന്നു. പക്ഷേ ഈ ഒരു റിപ്പബ്ലിക് ഡേയുടെ പരിപാടികളുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ നടക്കുന്നതുകൊണ്ട് സർക്കാരിൽ നിന്നും അനുമതി ലഭിച്ചില്ല. അങ്ങനെയാണ് ഇപ്പോൾ പുത്തരിക്കണ്ടം മൈതാനത്ത് 2 വ്യത്യസ്ത വേദികളിലേക്ക് പരിപാടികൾ മാറ്റിയത്. അതും ഒരു പൊതുപരിപാടി നടക്കുന്ന വേദിയിൽ വെച്ച് ഈ റെയിൽവേയുടെ പരിപാടി നടത്തുന്നതിൽ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോൾ റെയിൽവേയുടെ തന്നെ ഒരു പ്രത്യേക ഒരു വേദി ഒരുക്കുകയും അവിടെ 500-ലധികം അതിഥികൾക്ക്, അതായത് അത്തരത്തിലുള്ള ജനങ്ങൾക്കടക്കം വരാനുള്ളൊരു സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രവർത്തകരടക്കം ഇവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട്. എല്ലാം നമുക്ക് പ്രതികരണങ്ങളിലേക്ക് നോക്കാം. ചേച്ചി, നമസ്കാരം. അയ്യോ, ഭയങ്കര ഗംഭീര പരിപാടിയാണ് നടക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങൾ എത്ര ദിവസത്തെ പ്രയത്നം എന്നറിയാമോ? ഞങ്ങളെ പ്രധാനമന്ത്രി, ആരാധ്യനായ പ്രധാനമന്ത്രി ഇവിടെ വരുന്നു. ഭയങ്കര സന്തോഷം, പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പം നമ്മുടെ നാടിൻ്റെ വികസനം സംബന്ധിച്ചാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അദ്ദേഹം ഈ നാടിനെ വികസിപ്പിച്ചെടുത്തിരിക്കും. വാക്ക് പറഞ്ഞാൽ അദ്ദേഹം വാക്ക് പാലിച്ചിരിക്കും. അതാണ് ഞങ്ങളുടെ പ്രധാനമന്ത്രി, ആരാധ്യനായ പ്രധാനമന്ത്രി. ഒത്തിരി ഇഷ്ടം, ഒത്തിരി ആരാധിക്കുന്നു, ഒത്തിരി ബഹുമാനിക്കുന്നു. ഭയങ്കര നേരത്തെ പ്രതികരണം നൽകിയതുമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പ്രധാനമന്ത്രിയുടെ വരവിനെ കാത്തിരിക്കാം. ഏതാണ്ട് 10:45 ആ ട്രെയിൻ ഫ്ലാഗ് ഓഫ് ഒക്കെ നിശ്ചയിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് റോഡ് ഷോ ഉണ്ട്. അപ്പോൾ ഒരു 2 മണിക്കൂർ സമയമാണ് കേരളത്തിൽ ഉണ്ടാവുക അദ്ദേഹം. അതിനുശേഷം തമിഴ്നാട്ടിലേക്കാണ് പോവുക. ആ 2 മണിക്കൂർ പരമാവധി ആഘോഷിക്കുക, പരമാവധി ആവേശമാക്കുക എന്നുള്ളതൊക്കെയാണ് BJP പ്രവർത്തകർ ലക്ഷ്യമിടുന്നത്. രാവിലെ തന്നെ ആ പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് പ്രവർത്തകർ എത്തിത്തുടങ്ങിയിട്ടുമുണ്ട്. VV വിനോദും സാരംഗ് സുധാകരനുമാണ് വിവരങ്ങളുമായി ചേർന്നത് തലസ്ഥാനത്ത്. മറ്റു വാർത്തകളിലേക്ക് പോയാൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം ചർച്ച ചെയ്യാനായി സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുമായുള്ള രാഹുൽ ഗാന്ധിയുടെ നിർണായക കൂടിക്കാഴ്ച ഇന്ന് ഡൽഹിയിൽ നടക്കും. AICC ആസ്ഥാനത്ത് നടക്കുന്ന യോഗത്തിൽ പ്രവർത്തക സമിതി അംഗങ്ങൾ, KPCC ഭാരവാഹികൾ എന്നിവർക്ക് പുറമെ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളും പങ്കെടുക്കും. എന്നാൽ പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ പങ്കെടുക്കുമോ എന്നതിൽ അവ്യക്തത തുടരുകയാണ്. കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്തിൽ അവഗണിക്കപ്പെട്ടതിൽ അതൃപ്തി അറിയിച്ച തരൂരിനെ അനുനയിപ്പിക്കാൻ നേതാക്കൾ ശ്രമം തുടരുന്നുണ്ടെങ്കിലും തരൂർ വഴങ്ങിയിട്ടില്ല. തെറ്റുതിരുത്തലിന്റെ ഭാഗമായുള്ള ഗൃഹസമ്പർക്ക പരിപാടിയുടെ അവലോകനത്തിനും മേഖലാ ജാഥകളുടെ ഒരുക്കങ്ങൾക്കുമായി CPM നേതൃയോഗങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും നാളെ സംസ്ഥാന സമിതിയുമാണ് ചേരുന്നത്. അധികം വൈകാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എന്നിരിക്കെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പ്രാഥമിക ചർച്ചകളിലേക്കും നേതൃയോഗങ്ങൾ കടന്നേക്കും. NSS, SNDP ഐക്യനീക്കത്തെ തുടർന്നുള്ള രാഷ്ട്രീയ സാഹചര്യം യോഗം വിലയിരുത്തും. വർഗീയ പരാമർശം നടത്തി പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ സജി ചെറിയാനെതിരെ വിമർശന സാധ്യതയുമുണ്ട്. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ഇന്ന് ചേരുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്നാണ്. കൊല്ലം വിജിലൻസ് കോടതിയാണ് വിധി പറയാൻ പോകുന്നത്. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞെന്നും സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ടെന്നും കാട്ടിയാണ് ഹർജി നൽകിയത്. ജാമ്യം ലഭിച്ചാൽ സ്വർണ്ണക്കൊള്ള കേസിൽ പുറത്തിറങ്ങുന്ന ആദ്യ പ്രതിയാകും മുരാരി ബാബു. നേരത്തെ കേസിൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക കേസിൽ ജാമ്യം ലഭിച്ചിരുന്നു. എന്നാൽ കട്ടിളപ്പാളി കേസിൽ 90 ദിവസം പൂർത്തിയാകാത്തതിനാൽ റിമാൻഡിൽ തുടരുകയാണ്. തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് കാലാവധിയും ഇന്ന് അവസാനിക്കുകയാണ്. തന്ത്രിയുടെ ജാമ്യാപേക്ഷ 28-ന് പരിഗണിക്കും. തിരുവനന്തപുരത്ത് അമ്മയും മകളും ജീവനൊടുക്കിയ സംഭവത്തിൽ മുംബൈയിൽ പിടിയിലായ ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനെ ഇന്ന് വൈകിട്ടോടെ തലസ്ഥാനത്തെത്തിക്കും. ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ കേരള പോലീസ് മുംബൈയിലേക്ക് തിരിച്ചു. മുംബൈയിൽ കോടതിയിൽ ഹാജരാക്കിയ ശേഷമാകും
നാട്ടിലേക്ക് കൊണ്ടുവരിക. പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനമടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പ്രതി പിടിയിലാവുന്നത്. ലുക്കൌട്ട് നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ മുംബൈ ഇമിഗ്രേഷൻ വിഭാഗം ഉണ്ണികൃഷ്ണനെ തടഞ്ഞുവെക്കുകയായിരുന്നു. ബുധനാഴ്ചയാണ് കമലേശ്വരം സ്വദേശികളായ സജിതയെയും മകൾ ഗ്രീമയെയും വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചതിനെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്തതിൽ പ്രതി ഷിംജിത മുസ്തഫയെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഷിംജിതയുടെ ഫോണിൽ നിന്ന് 7 വീഡിയോകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഇവ എഡിറ്റ് ചെയ്തിരുന്നു എന്നതടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ബസ്സിൽ ലൈംഗിക അതിക്രമം നടന്നുവെന്ന് കാട്ടി ഷിംജിത പയ്യന്നൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ബസ് യാത്രക്കാരുടെ അടക്കം മൊഴിയെടുക്കാനാണ് സാധ്യത. നമ്മൾ കൂടുതൽ വാർത്തകളിലേക്ക് തത്സമയ വിവരണങ്ങളിലേക്ക് മടങ്ങിയെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. രാവിലെ തുടരുകയാണ്. റഷ്യ യുക്രൈൻ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ ഇന്ന് UAEയിൽ ത്രികക്ഷി ചർച്ച. US-ന്റെ മധ്യസ്ഥതയിലാകും ചർച്ചകൾ നടക്കുക. 2 ദിവസങ്ങളിലായിട്ടായിരിക്കും ഈ ചർച്ച നടക്കുന്നത്. ഡാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ വെച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയാണ് ഇത് പ്രഖ്യാപിച്ചത്. അജയ് സുധാബിജു ചേർന്ന വിവരങ്ങളുമായി. അജയ്, ഗുഡ് മോർണിംഗ്. പ്രതീക്ഷ വെക്കാമോ? എൽദോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ നിലവിൽ ഈ ലോക സാമ്പത്തിക ഫോറത്തിൽ വെച്ചാണ് വ്ളാഡിമിർ സെലൻസ്കി ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത്. നമുക്കറിയാം, കഴിഞ്ഞ മാസം ഈ റഷ്യ യുക്രൈൻ സംഘർഷം അത് ഒരു അവസാന ഘട്ടത്തിലാണെന്നും ഇപ്പോൾ US-ന്റെ മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ കരാർ അതിൽ ഒരു 90% കാര്യങ്ങളും പരിഹാരമായതായിട്ടും കഴിഞ്ഞ മാസം സെലൻസ്കി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പിന്നീട് യുക്രൈനും റഷ്യയും പരസ്പരം വലിയ രീതിയിൽ ഏറ്റുമുട്ടൽ നടത്തിയിരുന്നു. പലതരത്തിൽ അവരുടെ കീവ് ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള റഷ്യൻ ആക്രമണം ഉണ്ടായിരുന്നു. റഷ്യയിലുള്ള പല നയതന്ത്ര ഉദ്യോഗസ്ഥർക്കെതിരെയുമുള്ള യുക്രൈൻ്റെ ആക്രമണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ കടുത്ത രീതിയിൽ ആ ആക്രമണം പുരോഗമിക്കുകയായിരുന്നു. പ്രധാനമായിട്ടും ഈ ഡോൺബാസ് മേഖല, അതുപോലെ തന്നെ ഡോണറ്റ്സ് മേഖല, അതുപോലെ തന്നെ അവിടെ അവരുടെ ഒരു ആണവ നിലയം, ഇത് ഈ സാപ്പോരീസിയ ആണവ നിലയം എന്നിവ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായിട്ടും ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നത്. ഇപ്പോൾ സെലൻസ്കി ലോക സാമ്പത്തിക ഫോറത്തിൽ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് റഷ്യ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. നിലവിൽ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കം മാത്രമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ റഷ്യ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം എന്നതാണ് സെലൻസ്കി പറഞ്ഞത്. ഇപ്പോൾ ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ ആ ഒരു അവിടെ വെച്ച് തന്നെ സ്വിറ്റ്സർലാൻഡിൽ വെച്ച് ഇപ്പോൾ സെലൻസ്കിയും അതുപോലെ തന്നെ ട്രംപും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവർ ഈ ത്രികക്ഷി ചർച്ചയുടെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്. അപ്പോൾ ഈ ചർച്ച നല്ല രീതിയിൽ പുരോഗമിച്ചതായിട്ടാണ് ട്രംപ് അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതുപോലെ തന്നെ US-ന്റെ പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ്, അദ്ദേഹം ഇപ്പോൾ നിലവിൽ മോസ്കോയിലെത്തിയിട്ടുണ്ട്. മോസ്കോയിലെത്തി അദ്ദേഹം പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. ഇതിനുശേഷം അദ്ദേഹം ദുബായിലേക്ക് യാത്ര തിരിക്കും. അതിനുശേഷം ഇപ്പോൾ ഇന്ന് രാത്രിയോടെയായിരിക്കും, ഇന്ത്യൻ സമയം ഇന്ന് രാത്രിയോടെയായിരിക്കും ഈ 3 രാജ്യങ്ങളും തമ്മിൽ UAEയിൽ വെച്ച് ചർച്ച നടത്തുന്നത്. റഷ്യ, യുക്രൈൻ എന്നീ രാജ്യങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കും. US-ന്റെ മധ്യസ്ഥതയിൽ വെച്ചായിരിക്കും ഈ ചർച്ച നടക്കുന്നത്. എന്നാൽ റഷ്യയുടെ യുക്രൈൻ്റെ പ്രതിനിധികൾ നേരിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുമോ അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസ് വഴിയാകുമോ എന്നതൊന്നും വ്യക്തമാക്കിയിട്ടില്ല. ഏത് ഉദ്യോഗസ്ഥരെയായിരിക്കും അയക്കുന്നത്, ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് നിബന്ധനകൾ, ഇതൊന്നും തന്നെ നിലവിൽ നമുക്ക് വ്യക്തമല്ല. ഈ ചർച്ച നടക്കും എന്ന് മാത്രമാണ് സെലൻസ്കി പറഞ്ഞത്. ഇത് കഴിഞ്ഞ മാസം ഇപ്പോൾ ഒരു നയതന്ത്ര ബന്ധത്തിൻ്റെ ഏറ്റവും അടുത്ത രീതിയിൽ വരെ പോയിട്ട് പിന്നീട് തെറ്റിപ്പിരിഞ്ഞതാണ്. ഈയൊരു ചർച്ചയെങ്കിലും ഇതിൻ്റെ അവസാനത്തേക്ക് കടക്കുമോ എന്നതാണ് എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്നാലും ആകാംക്ഷയോട് ഉറ്റുനോക്കുന്നുണ്ട് ആ ചർച്ചയിൽ എന്താകും അതിൻ്റെ ഒരു ഫലം എന്നുള്ളതറിയാനായി. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, ലോക സമാധാനത്തിന് പുതിയ സംഘടനയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബോർഡ് ഓഫ് പീസ് എന്ന സംഘടനയിൽ ട്രംപ് സ്ഥിരം മേധാവിയായി സ്വയം അവരോധിച്ചു. 50ഓളം രാജ്യങ്ങൾക്ക് ഇതിലേക്ക് ക്ഷണം ലഭിച്ചു. ഇന്ത്യ വിട്ടുനിൽക്കുന്നു. അതേസമയം പാകിസ്ഥാൻ, UAE, ഖത്തർ അടക്കം 19 രാജ്യങ്ങൾ ഈ സംഘടനയിൽ ചേരുകയും ചെയ്തു. ലോകക്രമത്തിന് വെല്ലുവിളി എന്നാണ് ഇതിലെ പ്രധാനപ്പെട്ട വിമർശനം. ഇതിനെതിരെ ആശങ്ക രേഖപ്പെടുത്തുന്നുമുണ്ട് ഐക്യരാഷ്ട്രസഭ. അജയ് സുധാ ബിജു ചേർന്നു. ഒരിക്കൽ കൂടി അജയ്,
ഇതൊരു വല്ലാത്ത നീക്കമായി പോയല്ലോ. ട്രംപ് സ്വയം അതിൻ്റെ സ്ഥിരം മേധാവിയായി അവരോധിക്കുന്നു ബോർഡ് ഓഫ് പീസ് എന്ന സംഘടന. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നാണ് ട്രംപ് വിവരിക്കുന്നത്? എൽദോ, ഇപ്പോൾ ഗാസ സമാധാനത്തിന് വേണ്ടി രൂപീകൃതമായിട്ടുള്ള ഒരു സംഘടനയാണ് ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്നത്. ഇന്ത്യക്കുൾപ്പെടെ ഈ സംഘടനയിലേക്ക് നേരത്തെ ക്ഷണം ലഭിച്ചിരുന്നതാണ്. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുക, അവിടെ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കുക, യുദ്ധാനന്തരമുള്ള അവിടുത്തെ ഒരു പുനർനിർമ്മാണം, അതിന് മേൽനോട്ടം വഹിക്കുക, ഇതെല്ലാമായിരുന്നു ആ സംഘടനയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പറയുന്നത്. എന്നാൽ ഈ സംഘടനയ്ക്ക് UN-ന്റെ അതേ ഒരു സ്വഭാവം നൽകാനാണ് ട്രംപ് നിലവിൽ ശ്രമിക്കുന്നത്. അതായത് UN-ന് ബദലായി മറ്റൊരു ലോക സമാധാനത്തിന് മറ്റൊരു സംഘടന, ഇത് തന്നെയായിരുന്നു ട്രംപിൻ്റെ ലക്ഷ്യം. ഇത് ഇപ്പോൾ നമുക്ക് ഔദ്യോഗികമായി തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിച്ചത് സ്വിറ്റ്സർലാൻഡിൽ വെച്ച് നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ വെച്ചായിരുന്നു. അവിടെ സ്വിറ്റ്സർലാൻഡിൽ തന്നെയുള്ള സ്വിസ് മൗണ്ടൻ റിസോർട്ടിൽ വെച്ച് ഈ സാമ്പത്തിക ഫോറത്തിൻ്റെ തന്നെ സമാന്തരമായിട്ട് ഒരു പ്രത്യേക പ്രഖ്യാപനം ട്രംപ് നടത്തുകയായിരുന്നു. ഈ പ്രഖ്യാപനത്തിൽ നിരവധി രാജ്യങ്ങൾ പങ്കെടുത്തു. ഇന്ത്യക്കുൾപ്പെടെ ഇതിലേക്ക് ക്ഷണം ലഭിച്ചിരുന്നതാണ്. എന്നാൽ ഇന്ത്യ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. ഇതിൽ ചേരുമെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ഈ ക്ഷണം നിരസിക്കുന്നതായിട്ടോ ഇന്ത്യ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ സംഘടനയിൽ ചേർന്നിട്ടുള്ളത് പാകിസ്ഥാൻ, അതുപോലെ തന്നെ UAE, ഖത്തർ, സൗദി, അർജന്റീന, അതുപോലെ ഇന്തോനേഷ്യ തുടങ്ങിയിട്ടുള്ള നിരവധി രാജ്യങ്ങൾ ഈ സംഘടനയിൽ ചേർന്നിട്ടുണ്ട്. 19 രാജ്യങ്ങളുടെ അംഗത്വമാണ് നിലവിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നത്. $1 ബില്യൺ ഈ സംഘടനയിൽ ബോർഡ് ഓഫ് പീസിൽ അംഗത്വം ലഭിക്കുന്നതിനായിട്ട് രാജ്യങ്ങൾ നൽകണമെന്ന് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ട്രംപ് തന്നെ സ്വയം ഈ സംഘടനയുടെ ഒരു സ്ഥിരം മേധാവിയായിട്ട് സ്വയം അവരോധിക്കുകയായിരുന്നു. ഇതിന് തൻ്റെ യോഗ്യതയായിട്ട് ട്രംപ് എടുത്തു പറയുന്നത് 8 യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉൾപ്പെടെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഉൾപ്പെടുന്ന ഒരു വേദിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു താൻ ഈ യുദ്ധം അവസാനിപ്പിച്ചതിന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് അഭിനന്ദിച്ചതാണ്. 10 മില്യൺ മുതൽ 20 മില്യൺ ആളുകളുടെ ജീവൻ വരെ ട്രംപ് രക്ഷിച്ചു എന്ന് ഷഹബാസ് ഷെരീഫ് പറഞ്ഞതായിട്ട് അദ്ദേഹം കോട്ട് ചെയ്ത് ട്രംപ് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ തന്നെ സ്വയം പ്രശംസിച്ചുകൊണ്ട് ഈ ഗാസ സമാധാന പദ്ധതിക്ക് ശേഷം ഇനി അടുത്ത ഒരു ലോക സമാധാനത്തിന് വേണ്ടിയിട്ടായിരിക്കും ബോർഡ് ഓഫ് പീസിൻ്റെ ശ്രമം എന്നാണ് അദ്ദേഹം സ്വയം പറയുന്നത്. എന്നാൽ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ, ഇപ്പോൾ ജർമ്മനി, UK, സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയിട്ടുള്ള നിരവധി രാജ്യങ്ങൾ, ഫ്രാൻസ് ഉൾപ്പെടെ ഇതിന് ഈ ക്ഷണം ഔദ്യോഗികമായി തന്നെ നിരസിച്ചിട്ടുണ്ട്. ഫ്രാൻസ് ഈ ക്ഷണം നിരസിച്ചതിൻ്റെ ദേഷ്യത്തിൽ പ്രകോപിതനായിട്ടുള്ള ട്രംപ് അവരുടെ വിസ്കി, വൈൻ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ 200% തീരുവ പ്രഖ്യാപിച്ചു. അപ്പോൾ ഇത്തരത്തിൽ കടുത്ത നീക്കങ്ങളും ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. UN എന്നാൽ ഇതിൽ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുമുണ്ട്. ശരി അജയ്, എന്നാണെങ്കിലും ട്രംപിന്റെ ചില നീക്കങ്ങളാണ് ഇപ്പോൾ അജയ് വിവരിച്ചത്. ഇനി എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ നേപ്പാൾ യുവതി ദുർഗ കാമി മരിച്ചു. ഇന്നലെ വൈകിട്ടാണ് ആരോഗ്യനില വഷളായത്. രാജ്യത്ത് ജനറൽ ആശുപത്രിയിലെ ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയായിരുന്നു ദുർഗയുടേത്. ഡാനി പോൾ വിവരങ്ങൾ നൽകും. ഡാനി, ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ്. എന്താണ് പെട്ടെന്ന് ആരോഗ്യനില വഷളാക്കിയത്? എന്തോ ഇന്നലെ രാത്രിയോടുകൂടിയാണ് മരണം സ്ഥിരീകരിക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒരു ആരോഗ്യ നില വീണ്ടെടുത്തതെല്ലാം തന്നെ വരികയായിരുന്നു. തിരിച്ചും പോസിറ്റീവായ റിപ്പോർട്ടുകളായിരുന്നു ഉണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 2-ന് ദുർഗയെ എക്സ്മോ സപ്പോർട്ടിൽ നിന്ന് മാറ്റിയിരുന്നു. തുടർന്ന് അവർക്ക് കട്ടിൽ എഴുന്നേറ്റിരിക്കുകയും ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്കെല്ലാം തന്നെ മാറുകയും ചെയ്തതാണ്. വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഈ ഒരു ആരോഗ്യസ്ഥിതിയിൽ വളരെ പെട്ടെന്ന് തന്നെ ഗുരുതരമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തതായിട്ട് ആശുപത്രിയിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ വൈകിട്ട് 4 മണിയോട് കൂടി തന്നെ ഹൃദയവും ശ്വാസകോശവും നിലക്കുന്ന ഒരവസ്ഥയിലേക്ക് അവരുടെ ആരോഗ്യസ്ഥിതി മാറുകയും ചെയ്തു. തുടർന്ന് അവർ പഴയ രീതിയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തില്ല. വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം അടക്കം നടന്നതാണ് ആശുപത്രിയുടെ ഭാഗത്തുനിന്ന്. പക്ഷേ അവരൊരു ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നതാണ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് മരണം സ്ഥിരീകരിക്കാൻ. നമുക്കറിയാം, രാജ്യത്തെ ആദ്യത്തെ, ഇത് ജനറൽ ആശുപത്രിയുടെ രാജ്യത്തെ ആദ്യത്തെ ഒരു ശസ്ത്രക്രിയ എന്ന ഹൃദയ മാറ്റിവെപ്പ് ശസ്ത്രക്രിയ എന്നെല്ലാം തന്നെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ളതായിരുന്നു ദുർഗ കാമിയുടേത്. ഇവിടെ നേപ്പാൾ സ്വദേശിയാണ്. ഹൃദയ മാറ്റിവെപ്പ് ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലേക്ക് എത്തുകയും അതിനെ തുടർന്ന് ഇവരുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന അവയവ മാറ്റ സംബന്ധിയായ നിയമങ്ങൾ ഇവർക്ക് പ്രതിസന്ധിയാകുന്ന ഘട്ടത്തിൽ ഹൈക്കോടതി നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് തീർത്തും
മനുഷ്യാവകാശപരമായി ഇവരുടെ കാര്യത്തിൽ ഇടപെടാനായിട്ട് നിർദ്ദേശിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. അതിനുശേഷമാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്തത്. തിരുവനന്തപുരം സ്വദേശിയുടെ ഹൃദയ മസ്തിഷ്ക മരണം സംഭവിച്ച യുവാവിന്റെ ഹൃദയം ഇവിടേക്ക് ഹെലികോപ്റ്ററിൽ ഇവിടെ എയർ ആംബുലൻസിൽ ഇവിടേക്ക് എത്തിക്കുകയായിരുന്നു. അത്രയും വരെയും പിന്നീട് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എല്ലാം തന്നെ നടക്കുകയും അതെല്ലാം തന്നെ പൂർണ്ണ വിജയകരമെന്ന രീതിയിലേക്കെല്ലാം മാറുകയും ചെയ്തതാണ്. പക്ഷേ അതിനുശേഷമുള്ള ചികിത്സകളും എല്ലാം അത് അതേപോലെ തന്നെ ശസ്ത്രക്രിയയോളം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണെന്ന് അന്ന് ഡോക്ടർമാർ സൂചിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇവർക്ക് ഈ ദുർഗാകാമിക്ക് അവർക്ക് പാരമ്പര്യമായ ചില അസുഖങ്ങളും അവർക്കെല്ലാം തന്നെ ഉണ്ട്. അവരുടെ മാതാവും അതോടൊപ്പം തന്നെ ഒരു സഹോദരിയും ഇതുപോലെ ഗുരുതര ഹൃദയം അസുഖങ്ങളാൽ അവർ മരണപ്പെട്ടതാണ്. അതായത് ഇവരിലേക്കും എത്തിയ സാഹചര്യത്തിലാണ് ഇവർക്ക് ശസ്ത്രക്രിയ അടക്കം നിർദ്ദേശിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് എത്തുകയും ചെയ്തത്. അപ്പോൾ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു ആൾ കൂടിയായിരുന്നു ദുർഗാകാമി. എന്തായാലും ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഫലപ്രദമായില്ല. അവർ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. എന്തോ വലിയ തോതിൽ അത് ചർച്ചയായതാണ് ഈ കാര്യം. പ്രത്യേകിച്ചും ഹൈക്കോടതി ഉൾപ്പെടെ ഈ അതിർത്തികൾ ഇതിൽ തടസ്സമാകരുത് എന്നുള്ളതായിരുന്നു. അങ്ങനെയാണല്ലോ ഹൃദയ ശസ്ത്രക്രിയ മാറ്റൽ ശസ്ത്രക്രിയയ്ക്കായി ദുർഗാകാമി അനുവാദം ലഭിക്കുന്നതൊക്കെ. ഈ ആശുപത്രിയുടെ ഭാഗത്ത്, ജനറൽ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു റിലീസോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണം, എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒരു ഔദ്യോഗിക അറിയിപ്പിലേക്ക് വരുമ്പോൾ ഇതെല്ലാം പറയുന്നത് നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അവർ സുഖം പ്രാപിക്കുകയായിരുന്നു. വളരെ നല്ല രീതിയിൽ ആരോഗ്യം മുന്നോട്ട് വരികയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരെങ്കിലും ഈ ഒരു ചിരിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്കെല്ലാം തന്നെ മാറിയത്. എക്മോ സപ്പോർട്ടിൽ നിന്ന് അവരെ മാറ്റുകയും എല്ലാം തന്നെ ചെയ്തതുമെല്ലാം ഈ സാഹചര്യത്തിലായിരുന്നു. പക്ഷെ അവർക്ക് പിന്നീട് സങ്കീർണമായ ആരോഗ്യസ്ഥിതിയിലേക്കെല്ലാം തന്നെ പോകും. അതുകൊണ്ടാണ് അവരെ പിടിച്ചു നിർത്താൻ കഴിയാതിരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുരുതരമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഹൃദയസംബന്ധമായ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് അസുഖങ്ങളും അവർക്ക് ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഒരു രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ തന്നെ അത് ഉണ്ടാകുകയും ചെയ്തത്. പക്ഷെ അത് പൂർണ്ണമായും ഫലപ്രാപ്തിയിലേക്ക് എത്തിയില്ല. കുറെയെല്ലാം തന്നെ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാം ഇതിന് കാരണമായി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വിശദമായൊരു മെഡിക്കൽ റിപ്പോർട്ട് വൈകാതെ തന്നെ ഉണ്ടാകും. ഡാനൻ എന്ന അപൂർവ ജനിതക രോഗമായിരുന്നു ദുർഗ എന്ന 22 വയസ്സുകാരിക്ക്. പാരമ്പര്യമായി അവരുടെ വീട്ടിൽ പോലും പല മരണങ്ങൾ സംഭവിച്ചു. അങ്ങനെയാണ് ഒരു അനാഥയായിട്ടുള്ള അവരെ അനാഥാലയത്തിൻ്റെ കെയർ ഓഫില്ലാതെ കേരളത്തിലേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുവരികയും തുടർന്ന് ആദ്യമായി ഒരു ജനറൽ ആശുപത്രിയിൽ ഇത്തരത്തിലൊരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തത്. കൊല്ലം ചിറക്കര സ്വദേശിയായിട്ടുള്ള ഷിബുവിൻ്റെ ഹൃദയമാണ് അന്ന് ദുർഗയ്ക്ക് നൽകിയത്. ഇതിൽ വലിയ സന്തോഷമൊക്കെ എല്ലാവരും പ്രതീക്ഷയും പ്രകടിപ്പിച്ചതാണ്. പക്ഷേ ആ പ്രതീക്ഷ ഇപ്പോൾ അസ്തമിച്ചു. ആ എടുത്ത പ്രയത്നം, നമ്മൾ നൽകിയ സ്നേഹം അത് പൂർണ്ണമായും ഏറ്റുവാങ്ങാൻ കഴിയാതെ ദുർഗാകാമി മടങ്ങി. ദുർഗാകാമിയുടെ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ അത് വിജയകരമായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് കഴിഞ്ഞ ദിവസം ശ്വാസകോശവും ഹൃദയവും നിലയ്ക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ മരണം സംഭവിച്ചു എന്നാണ് വ്യക്തമാകുന്നത്. ഈ ദുർഗാകാമിക്ക് ആകെ ഒരു അനുജൻ മാത്രമാണുള്ളത്. അങ്ങനെ വളരെ കാര്യത്തോടുകൂടി ഒരു നേപ്പാൾ സ്വദേശിക്ക് കേരളത്തിൽ ആതിഥ്യം നൽകി, കേരളത്തിൽ ചികിത്സ നൽകി, അത്തരത്തിൽ ആദ്യമായി ഒരു ഹൃദയം മാറ്റിവെക്കുന്ന സാഹചര്യമൊക്കെ ഒരുക്കിയതാണ്. പക്ഷേ അതിനുള്ള ഒരു അവസരം അത് പ്രതീക്ഷകൾ ഇല്ലാതാക്കുന്ന വിധത്തിലായിപ്പോയി വാർത്ത എന്നുള്ളതാണ്. മുപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം മമ്മൂട്ടിയും വിശ്വവിഖ്യാത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ പൂജ ഇന്ന് നടക്കുകയാണ്. ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപനവും ഇന്നുണ്ടാകും. ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ചിത്രീകരണമാണ് എറണാകുളത്ത് പദ്ധതിയിടുന്നത്. വയനാടാണ് മറ്റൊരു പ്രധാനപ്പെട്ട ലൊക്കേഷൻ. 35 ദിവസം കൊണ്ട് പൂർത്തിയാകുന്ന ചിത്രത്തിൽ നയൻതാര നായികയായി എത്തുന്നു. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സംസ്ഥാന അവാർഡ് ജേതാവായിട്ടുള്ള ഷഹനാദ് ജലാലാണ്. ഇന്ദ്രൻസ്, വിജയരാഘവൻ, അലിയാർ തുടങ്ങിയവരാണ് മറ്റ് താരങ്ങൾ. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ വനിതാ മേയർ. ഇന്നലെ മഹാരാഷ്ട്രയിലെ വിവിധ കോർപ്പറേഷനുകളിലേക്കും നഗരസഭകളിലേക്കുമുള്ള നറുക്കെടുപ്പ് പൂർത്തിയായിരുന്നു. മുംബൈ, നവി മുംബൈ, പുനെ, നാഗ്പൂർ, നാസിക്, മാലേഗാവ് എന്നിവിടങ്ങളിലും സ്ത്രീകളാണ് മേയർ സ്ഥാനത്തേക്ക് എത്തുക. 8 നഗരസഭകളുടെ അധ്യക്ഷ പദവി പൊതുവിഭാഗത്തിനും 8 എണ്ണം
പൊതുവിഭാഗത്തിൽ നിന്നുള്ള വനിതകൾക്കുമായിട്ടാണ് നീക്കിവെച്ചിരുന്നത്. 4 എണ്ണം OBCക്കും, 5 എണ്ണം OBC വനിതകൾക്കുമായിരുന്നു. 1 പട്ടികവർഗക്കാർക്കും നീക്കിവെച്ചിരുന്നു. 2 എണ്ണം പട്ടികജാതി വനിതകൾക്കും നീക്കിവെച്ചിട്ടുണ്ട്. തർക്കം നിലനിൽക്കുന്ന മധ്യപ്രദേശിലെ ധറിൽ ബോധ്ശാല കമൽ മൗല പള്ളിയിൽ ഇന്ന് ഹിന്ദു മതവിശ്വാസികൾക്ക് പ്രാർത്ഥനകൾ നടത്താം. ബസന്ത് പഞ്ചമി കണക്കിലെടുത്ത് സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ഹിന്ദു വിശ്വാസികൾക്ക് പ്രാർത്ഥന നടത്താൻ സുപ്രീം കോടതി ഇന്നലെ അനുമതി നൽകിയിരുന്നു. അതേസമയം ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 വരെ മുസ്ലിങ്ങൾക്ക് നമസ്കാരം നടത്താനും അനുമതി നൽകിയിട്ടുണ്ട്. ഏഷ്യ കപ്പിലെ ഹസ്തദാന വിവാദം വീണ്ടും ചർച്ചയാക്കുകയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്. ഓസ്ട്രേലിയക്കെതിരായ 2020 പരമ്പരയ്ക്ക് മുന്നോടിയായി പുറത്തുവിട്ട ഒരു പ്രൊമോ വീഡിയോയിലാണ് പരോക്ഷമായിട്ടുള്ള വിമർശനമുള്ളത്. മത്സരങ്ങൾ കാണാൻ ഓഫീസ് ആരാധകരെ സ്വാഗതം ചെയ്യുന്ന വീഡിയോ ആണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പുറത്തിറക്കിയത്. ഇതിൽ ടാക്സിയിൽ വന്നിറങ്ങിയ ആരാധകൻ ഡ്രൈവർക്ക് ഹസ്തദാനം ചെയ്യാൻ മറന്നുപോകുന്ന ഒരു രംഗമുണ്ട്. ഏഷ്യ കപ്പിൽ ഇന്ത്യൻ താരങ്ങൾ ഹസ്തദാനം നൽകാത്തതിനെ വിമർശിക്കുന്നതാണ് തുടർന്നുള്ള സംഭാഷണ രംഗങ്ങൾ. ഇത് സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാവുക. Pakistan member Hut Maza Raha Hai, and it's gonna be even better when Australia beats you, mate. वैसे तो हम बड़े मेहमान नवाज हैं, लेकिन जब बात क्रिकेट की आती है, भाई we're ready. मेहमान नवाजी और क्रिकेट दोनों के लिए हैं हम तैयार, क्योंकि ऑस्ट्रेलिया आ रहा है पाकिस्तान. Mate, we are ready. പൊതു തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചൂടിൽ ബംഗ്ലാദേശ്. പ്രധാന പാർട്ടികളും സ്ഥാനാർത്ഥികളും പ്രചാരണ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയ കഴിഞ്ഞ വർഷത്തെ പ്രക്ഷോഭത്തിന് ശേഷമുള്ള ആദ്യത്തെ ദേശീയ തെരഞ്ഞെടുപ്പാണിത്. ഫെബ്രുവരി 12-നാണ് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുക. ഇടുക്കിയിൽ കേരള ബാങ്കിനായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നീളുകയാണ്. 1.5 പതിറ്റാണ്ട് മുൻപ് 1.5 കോടിയിലധികം രൂപ മുടക്കിയാണ് പണി പൂർത്തിയാക്കിയത്. ഇപ്പോഴും ബാങ്കിന്റെ നെടുങ്കണ്ടത്തുള്ള 2 ശാഖകൾ പ്രവർത്തിക്കുന്നത് 10,000 വാടക നൽകിയാണ്. കുമളി മൂന്നാർ സംസ്ഥാന പാതയോട് ചേർന്ന് നെടുങ്കണ്ടം സെൻട്രൽ ജംഗ്ഷനിലാണ് ഗ്ലാസ് ഇട്ട് മിനുക്കിയ കേരള ബാങ്കിന്റെ കെട്ടിടം അനാഥമായി കിടക്കുന്നത്. 2011-ലാണ് കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കിയത്. എന്നാൽ അടുത്ത 5 വർഷക്കാലം ഉദ്ഘാടനം പോലും കഴിയാതെ ഇത് അനാഥമായി കിടന്നു. പിന്നീട് 90 ലക്ഷം രൂപ മുടക്കി കെട്ടിടം വീണ്ടും നവീകരിച്ചു. ഇതിനിടെ ഭരണസമിതി മാറിയെങ്കിലും ബാങ്ക് പുതിയ കെട്ടിടത്തിലേക്ക് മാറിയില്ല. ആദ്യം നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഏറിയ ഭാഗവും പൊളിച്ചു നീക്കി ഓഡിറ്റോറിയവും ഉൾപ്പെടുത്തിയായിരുന്നു 2ാം ഘട്ട നിർമ്മാണം. ഇതിനിടെ കനത്ത മഴയിൽ കെട്ടിടത്തിന് പിൻവശത്തെ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ മൺതിട്ട ഇടിഞ്ഞു വീണു. പിന്നെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ 24 ലക്ഷം രൂപയാണ് ചെലവ് വന്നത്. എന്നാൽ ഇത്രയൊക്കെ പണം ചെലവായിട്ടും കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മാത്രം അനിശ്ചിതമായി നീളുകയാണ്. കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ നഗ്നമായ അഴിമതി നടന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ കെട്ടിടം ഇപ്പോഴും ഇങ്ങനെ കിടക്കുന്നത്. നെടുങ്കണ്ടത്ത് 2 കേരള ബാങ്കിന്റെ ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കെട്ടിടത്തിലേക്ക് ആ ശാഖകൾ മാറ്റി പ്രവർത്തിക്കുന്നതിനുള്ള എന്ത് തടസ്സമാണ് എന്ന് കേരള ബാങ്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇത് വലിയ സാമ്പത്തിക അഴിമതിക്ക് കാരണമായിട്ടുള്ള സ്ഥാപനമാണ്. നിലവിൽ കാടുകയറി കെട്ടിടത്തിന്റെ പല ഭാഗത്തും കേടുപാടുകൾ സംഭവിച്ചു തുടങ്ങി. ഇഴജന്തുക്കളുടെയും തെരുവ് നായ്ക്കളുടെയും സ്വൈരവിഹാര കേന്ദ്രമാണ് ഇന്ന് ഈ പരിസരം. കെട്ടിടം കൂടുതൽ നാശത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അടിയന്തരമായി തുറന്നു പ്രവർത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് അടുക്കത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിലാചിത്രങ്ങൾ കണ്ടെത്തി. ക്ഷേത്രത്തിലെ ആമക്കുളത്തിലാണ് 2000 വർഷത്തിലേറെ പഴക്കമുള്ള ശിലാചിത്രങ്ങൾ കണ്ടെത്തിയത്. കാസർഗോഡ് അടുക്കത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ആമക്കുളത്തിന്റെ കരയിലാണ് മഹാശിലാ കാലഘട്ടത്തിലേതെന്ന് കരുതുന്ന ശിലാചിത്രങ്ങൾ കണ്ടെത്തിയത്. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും കാൽപ്പാടുകളാണ് പാറയിൽ മൂർച്ചയുള്ള ആയുധം കൊണ്ട് കൊത്തിവെച്ചിട്ടുള്ളത്. നിരവധി ഭക്തർ ദിവസവും ആമകൾക്ക് നിവേദ്യം സമർപ്പിക്കുന്ന കുളത്തോട് ചേർന്നുള്ള ഭാഗത്താണ് ശിലാചിത്രങ്ങൾ കണ്ടെത്തിയത്. ആമക്കുളത്തിന് നടുവിലായി കൂർമാവതാരത്തിലുള്ള മഹാവിഷ്ണു വിഗ്രഹമുണ്ട്. മനുഷ്യന്റെ ഒരു ജോഡി കാൽപ്പാടുകളും മൃഗങ്ങളുടെ നിരവധി കാൽപ്പാടുകളുമാണ് 2000 വർഷം മുൻപുള്ള സംസ്കാരത്തിന്റെ ചരിത്ര സാക്ഷിയായി ഇന്നും നിലനിൽക്കുന്നത്. ശിലാചിത്രങ്ങൾ കണ്ടെത്തിയ ജില്ലയിലെ മറ്റു സ്ഥലങ്ങളിലെന്ന പോലെ പള്ളമെന്നറിയപ്പെടുന്ന ജലാശയത്തിന്റെ കരയിലാണ് ആമക്കുളത്തെയും ശിലാചിത്രമുള്ളത്. ആമക്കുളത്തിലെ ആമയൂട്ടിനെ കുറിച്ച് കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ചരിത്രാധ്യാപകനായ
ഡോക്ടർ നന്ദകുമാർ കോറോത്ത് നടത്തിയ നിരീക്ഷണത്തിലാണ് ശിലാചിത്രങ്ങൾ കണ്ടെത്തിയത്. ഏകദേശം 2000 വർഷമെന്ന് കരുതാവുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കാം രത്നഗിരി ജില്ല മുതൽ വയനാട് വരെ കാണപ്പെടുന്ന ശിലാചിത്രങ്ങളുടെ ഗണത്തിൽപ്പെടുത്താൻ വേണ്ടി പറ്റുന്നവയാണ് അടുക്കത്ത് ഭഗവതി ക്ഷേത്രത്തിന്റെ വള്ളത്തിന് കരയിലുള്ള ഈ കാൽപ്പാടുകൾ. മഹാരാഷ്ട്രയിലെ രത്നഗിരി മുതൽ വയനാട് വരെ ചെങ്കൽപ്പാറകളിൽ സമാന രീതിയിലാണ് പ്രാചീന മനുഷ്യർ ശിലാചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുള്ളത്. മഹാരാഷ്ട്രയിലെ കൊങ്കൺ തീരത്തിന് സമീപമുള്ള ചെങ്കൽപ്പാറകളിൽ കാണപ്പെടുന്ന 1000-ലധികം ശിലാചിത്രങ്ങൾക്ക് 2000-ലധികം വർഷം പഴക്കമുണ്ടെന്നാണ് പുരാവസ്തു ഗവേഷകരുടെ നിഗമനം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആമക്കുളത്തിനടുത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ വിശ്രമവേളകളിൽ കാൽപ്പാടുകൾ കൊത്തിവെച്ചതായിരിക്കാനാണ് സാധ്യത. എരിക്കുളം ഉമ്മിച്ചിയിൽ മൃഗങ്ങളുടെ 10-ലധികം കാൽപ്പാടുകൾ പാറയിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ചീമേനി അരിയിട്ട പാറയിലും മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ചിത്രങ്ങൾക്ക് പുറമെ മൃഗങ്ങളുടെ 60-ലധികം കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കാഞ്ഞിരപ്പൊയിലിൽ 40-ലധികം ജോഡി പാദമുദ്രകൾ കഴിഞ്ഞ വർഷം കണ്ടെത്തിയിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. അപ്പോൾ രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രധാനമന്ത്രിയുടെ വരവിനെ കാത്തിരിക്കുകയാണ് തലസ്ഥാനത്തേക്ക് ഇന്ന് എത്തുന്നവർ. ഇക്കാര്യം കൂടി ഓർക്കുക, ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. വാഹനങ്ങൾ അതിപ്പോൾ എയർപോർട്ടിൽ പോകുന്നവരോ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നവരോ ഒക്കെ ആ ഒരു കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് വേണം എന്ന് പറയാൻ. അതിനു മുമ്പ് ഓക്കെ, അപ്പോൾ പ്രധാനമന്ത്രിയുടെ വരവിനായി കാത്തിരിക്കുന്നു. BJP അത് വലിയ ആവേശമാക്കി മാറ്റാനുള്ള ശ്രമവും നടത്തുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ അതിനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ. റോഡ് ഷോ ഒക്കെ ഉണ്ട്, അത് ആവേശകരമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ്. ഉച്ചയോടുകൂടി 2 മണിയോടുകൂടിയാണ് ആ ഗതാഗത നിയന്ത്രണമൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതാവുക. അപ്പോൾ അതിനനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.